പ്രിയ സുഹൃത്തുക്കളെ, മോഗ്ര വില്ലേജിലെ മോഗ്ര ഓൺലൈൻ എന്ന ഈ സൈറ്റിലേക്ക് പ്രവാസി ബന്ധുവും നടത്തിക്കൊണ്ടിരിക്കുന്ന ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെറിയ ക്ലിപ്പിംഗ് നൽകുവാൻ അവസരം നൽകിയതിന് ആദ്യമായിട്ട് ഇതിൻ്റെ സംഘാടകർക്കും അതുപോലെ ഇത് നിരന്തരം ദർശിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. എനിക്ക് ആദ്യമായി ഇത് കാണുന്ന സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത്, നിങ്ങൾ ബഹുഭൂരിപക്ഷവും ഗൾഫിൽ ജീവിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഗൾഫിൽ ജീവിക്കുന്നവരെ ഡിപ്പെൻഡ് ചെയ്ത് നാട്ടിൽ ജീവിക്കുന്നവരായിരിക്കും. ആദ്യത്തെ ഒരു ചോദ്യം, നിങ്ങൾ ഗൾഫിൽ ജീവിതം ആരംഭിച്ചിട്ട് വളരെ കാലങ്ങളായിട്ടുണ്ടാവും. ഈ കാലഘട്ടത്തിലിടയ്ക്ക് നിങ്ങളുടെ കുടുംബത്തിൻ്റെയും നിങ്ങളുടെയും ജീവിത നിലവാരം ഉയർന്നോ എന്നാണ്. അങ്ങനെ ചോദ്യം ഗൾഫ് മേഖലയിൽ ക്ലാസ്സുകൾ നടത്തുമ്പോഴും നാട്ടിൽ ക്ലാസ്സുകൾ നടത്തുമ്പോഴും ചോദിച്ചപ്പോൾ ഉണ്ട് എന്ന ഉത്തരമാണ് 99% ആളുകളിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. വളരെ കുറഞ്ഞ ആളുകളാണ് അതുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പലപ്പോഴും മനസ്സിലാക്കാൻ സാധിച്ചത്, അവർ ഗൾഫിൽ വന്നിട്ട് കുറഞ്ഞ കാലമേ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് അവരുടെ കുടുംബത്തിൻ്റെ അവരുടെയും ജീവിത നിലവാരത്തിൽ ഉയർച്ച ഉണ്ടാകാതിരുന്നത്. അതേസമയം തിരിച്ച് മറ്റൊരു ചോദ്യം ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ വളരെ നന്നായി ഇവിടെ ജീവിക്കുന്നു, നിങ്ങളുടെ കുടുംബങ്ങളും നന്നായി ജീവിക്കുന്നു എന്ന് ഇപ്പോൾ പ്രഖ്യാപിക്കാനുണ്ടായി. ഇങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട നിങ്ങൾ ജോലി നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ അനാരോഗ്യം കാരണമോ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ ഇന്ന് കുടുംബം ജീവിക്കുന്ന ആ നിലവാരം തുടരുവാൻ സാധിക്കുമോ? അത് തുടരുവാനുള്ള സാമ്പത്തിക ശേഷി നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് വരെ 5% കൂടുതൽ അത് ഉണ്ട് എന്ന ഉത്തരം പറഞ്ഞിട്ടില്ല. ഈ സന്ദർഭത്തിൽ അങ്ങനെയൊരവസ്ഥ ആണ് കേരളം മുഴുവനുള്ള പ്രവാസികൾക്കുള്ളത് എന്ന് എനിക്ക് ഇത്രയും കാലത്തെ 41 വർഷത്തോളം ഗൾഫിൽ ജീവിച്ച അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഒരു ജീവിത ദൗത്യം ആയി ഇത്തരം ക്ലാസ്സുകളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നതും. അതുകൊണ്ടുണ്ടാകുന്ന മാറ്റമാണ് എനിക്ക് പ്രവർത്തനത്തിലുള്ള ഊർജവും അതുപോലെ തന്നെ പ്രേരണയും എന്ന് ആദ്യമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മാന്യ സഹോദരി സഹോദരങ്ങളോട് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പ്രദേശത്ത് ഗൾഫിൽ വളരെ കാലം ജീവിച്ച് തിരിച്ചു വന്ന ധാരാളം ആളുകളുണ്ടായിരിക്കും. വേണ്ടത്ര സാമ്പത്തിക സൗകര്യങ്ങളില്ലാതെ തിരിച്ചു വന്ന ആളുകൾ എത്ര പേരുണ്ട്? അവരുടെ ജീവിതം നിങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ടോ? നിരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ ജീവിക്കുന്നത് എന്ന് ഒരു മിനിറ്റ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ പലരും ഗൾഫിലേക്ക് തിരിച്ചു പോയത്, ഞാൻ ഗൾഫിൽ ജീവിക്കുമ്പോൾ എൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാം ത്യജിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുകയായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിലേക്ക് തിരിച്ചെത്തിയാൽ എൻ്റെ കുടുംബക്കാരും എൻ്റെ ബന്ധുക്കളും എൻ്റെ നാട്ടുകാരും എന്നെ സ്നേഹം കൊണ്ട് ഉയർപ്പ് മുട്ടിക്കും, സുഖമായി അവരുമായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയോടെയാണ്. അങ്ങനെ പ്രതീക്ഷയോടെ പോയ പലരുടെയും പ്രതീക്ഷ തകർന്ന അനുഭവമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കയ്യിൽ പണമില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ സ്വന്തം ഭാര്യ ചോദിക്കുന്നു, നിങ്ങളെക്കാൾ പ്രായമുള്ളവനാണല്ലോ നമ്മുടെ അയൽക്കാരൻ, അയാളും ഇപ്പോൾ ഗൾഫിലാണല്ലോ, നിങ്ങൾക്കും കുറച്ചു കാലം കൂടെ ഗൾഫിൽ നിൽക്കാമായിരുന്നില്ലേ? മക്കൾ ചോദിക്കുന്നു, ബാപ്പ അല്ലെങ്കിൽ അച്ഛൻ ഗൾഫിലുള്ളപ്പോൾ മക്കൾ ചോദിക്കുന്നു, ബാപ്പ അല്ലെങ്കിൽ അച്ഛൻ ഗൾഫിലുള്ളപ്പോൾ ഞങ്ങൾക്കിവിടെ വളരെ സുഖമായിരുന്നു, എന്ത് ആവശ്യത്തിനും പണം ചോദിച്ചാൽ മാതാവ് നൽകുമായിരുന്നു, വലിയ നിഷ്കർഷയൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാവിധ പരിപൂർണ്ണ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു.
വാപ്പയോ അല്ലെങ്കിൽ അച്ഛനോ തിരിച്ചു വന്നതോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും നിഷ്കർഷ, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, ആവശ്യത്തിന് പണം കിട്ടുന്നില്ല, എന്നാണ് തിരിച്ചു പോവുക, ഇനി പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന ദുരവസ്ഥ. ഗൾഫിലുള്ള കാലത്ത് ഉണ്ടാക്കിയ വലിയ വീടുകൾ പെയിന്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, അതിനുള്ള എല്ലാ വർഷവും കൊടുക്കേണ്ടി വരുന്ന വിവിധ കരങ്ങൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ. മക്കൾ നല്ല വിദ്യാലയങ്ങളാണ് പഠിച്ചിരുന്നതെങ്കിൽ, നല്ല വിദ്യാലയം എന്ന് പ്രവാസികൾ കണക്കാക്കാറുള്ളത് കൂടുതൽ ഫീസ് കൊടുക്കുന്ന വിദ്യാലയങ്ങളെ നല്ല വിദ്യാലയങ്ങളെന്ന് കണക്കാക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയുള്ള വിദ്യാലയങ്ങളിൽ ഉയർന്ന ഫീസ് കൊടുത്ത് പഠിച്ചിരുന്ന കുട്ടികളെ പേര് വെട്ടി കുറഞ്ഞ ഫീസുള്ള വിദ്യാലയങ്ങളിലേക്ക് മാറ്റുന്നവർ പരിഹാസത്തോടുകൂടി നാട്ടുകാരും വീട്ടുകാരും സംബോധന ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുന്ന അവസ്ഥ. ഇത്രയും കാലം ജീവിച്ചു, വെറും കൈയോടെ അങ്ങ് പോന്നോ, അല്ലെങ്കിൽ ഇനി പോകുന്നില്ലേ എന്ന് മുറിവ് തട്ടുന്ന തരത്തിലുള്ള ചോദ്യം ചോദിക്കുന്ന നിരവധി അവസരങ്ങൾ. ഇങ്ങനെയുള്ള അനുഭവങ്ങളാണ് പലർക്കും ഉള്ളത്. അങ്ങനെയുള്ള പലരും ഇപ്പം നിങ്ങളോടെല്ലാം തന്നെ പലപ്പോഴും ഒരു വിസ അയച്ചു തന്നാൽ ഞാൻ വീണ്ടും വരാം എന്ന് പറഞ്ഞിട്ടുള്ള അവസ്ഥകൾ നിങ്ങളുണ്ടായിരിക്കും. അവരുടെ ആരോഗ്യം വളരെ മോശമായിരിക്കും, പ്രായാധിക്യം ഉണ്ടായിരിക്കും. എന്നാലും ഗൾഫിലേക്ക് വീണ്ടും വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരെ നമുക്ക് കാണാം. ഈ ഷാർജയിൽ തന്നെ എനിക്ക് അനുഭവങ്ങളുണ്ട്. ഗൾഫിലെ ഒരു 40 വർഷത്തോളം ജീവിച്ച് നാട്ടിലേക്ക് തിരിച്ചുപോയ വ്യക്തി 3 വർഷം നിൽക്കുമ്പോൾ നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഇവിടെ പ്രായാധിക്യം കാരണം ഒരു ജോലി കിട്ടുന്ന അവസ്ഥയല്ല, ഒരു ചെറിയ കഫറ്റേറിയ ആയിട്ട് ഒരു ലൈസൻസ് കൊടുത്ത് ഇവിടെ ജീവിക്കുകയായിരുന്നു. അന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞത്, നാട്ടിലുള്ളവർക്ക് എന്നോട് സ്നേഹം അല്ല ഉള്ളത്, അവർക്ക് വേണ്ടത് എൻ്റെ പണമാണ്. പണമില്ലാതിരുന്നപ്പോൾ എല്ലാ സ്നേഹവും നഷ്ടപ്പെട്ട, ഏകനായിട്ടുള്ള, ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് എനിക്ക് അവിടെ ഉണ്ടായത്. അതുകൊണ്ട് ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. എനിക്ക് ഇനി നാട്ടിലേക്ക് പോകണം എന്ന് ആഗ്രഹമില്ല. ഞാൻ മരിച്ച് എന്നെ ഇവിടെ മറവ് ചെയ്താൽ അതിലാണ് ഞാൻ സന്തോഷിക്കുക എന്ന് പറയുകയുണ്ടായി. അവസാനം ഏതാനും വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം അതിദയനീയമായ അവസ്ഥയിലാവുകയും നടക്കാൻ പറ്റാത്ത അവസ്ഥ, ഒരു വീൽ ചെയറിൽ മറ്റുള്ള സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി നാട്ടിലേക്ക് നിർബന്ധപൂർവം നാട്ടിലേക്ക് അയക്കേണ്ടത അവസ്ഥ വരികയാണ് ഉണ്ടായത്. ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെയുള്ളൊരവസ്ഥയാണ് നമ്മൾ മുമ്പിൽ കാണുന്നത്. അത് ഒരിക്കലും തന്നെ എൻ്റെ ഈ പ്രോഗ്രാം കേൾക്കുന്നവരാവട്ടെ, അല്ലെങ്കിൽ എൻ്റെ റേഡിയോ പ്രോഗ്രാം ഏഷ്യാനെറ്റ് റേഡിയോയിൽ എല്ലാ തിങ്കളാഴ്ചയും 11:15 നടത്തുന്ന പ്രോഗ്രാം കേൾക്കുന്നവരാവട്ടെ, അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണുന്നവരാവട്ടെ, എൻ്റെ ലേഖനങ്ങൾ വായിക്കുന്നവരാവട്ടെ, അവരാർക്കും തന്നെ ഉണ്ടാവരുത് എന്നാണ് ആഗ്രഹം. അങ്ങനെ അത് ഉണ്ടാവാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം. നമ്മളുടെ വരുമാനത്തിൽ നിന്ന് നാളത്തേക്ക് വേണ്ടി സമ്പാദിക്കുകയും ആ സമ്പാദ്യം നിരന്തരം നിക്ഷേപമാക്കി മാറ്റുകയും ചെയ്യുന്ന സ്വഭാവ വിശേഷം നമ്മൾ ഉണ്ടായിരിക്കണം. അത് ഉണ്ടായാൽ മാത്രമേ അത് സംഭവിക്കാൻ പോവുകയുള്ളൂ. ഇതിനെന്താണ് പരിഹാരം എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. ഒന്ന്, സാമ്പത്തിക അച്ചടക്കം. സാമ്പത്തിക അച്ചടക്കമാണ് ആദ്യമായിട്ട് പ്രവാസിക്ക് ഉണ്ടാവേണ്ടത്. രണ്ടാമത്, നമുക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനത്തിൽ നിന്ന് നിർബന്ധമായും നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കുന്ന, ഒരു സംഖ്യ മാറ്റിവെക്കുന്ന സ്വഭാവം നമ്മൾ വളർന്നു വരേണ്ടതുണ്ട്. നമുക്കറിയാം, മനുഷ്യൻ സ്വയം മാറ്റത്തിന് തയ്യാറാവാതെ ദൈവം നമ്മളിൽ മാറ്റം ഉണ്ടാക്കുകയില്ല എന്ന്. അതുകൊണ്ട് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എനിക്കൊരു നല്ല ജീവിതം വേണം, എൻ്റെ കുടുംബത്തിനൊരു നല്ല ജീവിതം വേണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. നമ്മൾ മാറ്റത്തിന് തയ്യാറാവുകയും ആ മാറ്റത്തിന് വേണ്ടി നിരന്തരം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ ഭൂമിയിലുള്ള എല്ലാവർക്കും എല്ലാ മേഖലയിലും മാറ്റം ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇത് കേൾക്കുന്ന ഈ സുദിനം എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു മാറ്റം കുറിക്കാനുള്ള സുദിനമായി തീരട്ടെ എന്ന് ആശംസിക്കുകയാണ്.
ആദ്യമായി നമുക്ക് മാറ്റം വേണം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ആ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ലക്ഷ്യബോധം വേണം. നമ്മൾ എന്തായി തീരണം, നമ്മൾ എവിടെ എത്തണം എന്നുള്ള ഒരു കൃത്യമായ ലക്ഷ്യം നമുക്കുണ്ടാകണം. ഈ ലക്ഷ്യബോധത്തിന്റെ കാര്യം പറയുമ്പോൾ നമ്മൾ നമ്മളുടെ ചെറുപ്പകാലത്തിലേക്ക്, നമ്മുടെ ശൈശവ ദശയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക. നമുക്ക് പലർക്കും കുഞ്ഞുങ്ങളുള്ളവരാണ്. ശൈശവ ദശയിലുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വന്നത് കണ്ടവരാണ്. കുഞ്ഞുങ്ങളുടെ വളർച്ച കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാം, അമ്മ നിലത്ത് കിടത്തിയ കുഞ്ഞ്, മലർന്നു കിടന്ന കുഞ്ഞ് കമിഴ്ന്നു കിടന്നപ്പോൾ വിശാലമായ കാര്യങ്ങൾ കാണുവാൻ സാധിക്കുകയും അത് കണ്ടു കഴിഞ്ഞാൽ ആ കാണുന്ന എന്താണോ കൺമുമ്പിലുള്ളത് അത് സ്പർശിക്കാനും അത് രുചിക്കാനും അത് മണക്കാനും ഉള്ള അഭിവാഞ്ചൽ കുഞ്ഞിലുണ്ടാകുന്നു. അത് അനുഭവിക്കാനുള്ള ആ ശ്രമത്തിൽ ഈ കുഞ്ഞ് നീന്താൻ അറിയാത്ത, നടക്കാൻ അറിയാത്ത, ചലിക്കാൻ അറിയാത്ത കുഞ്ഞ് കൈകൊണ്ടും വയറുകൊണ്ടും കാലുകൊണ്ടും നിരന്തരം പരിശ്രമിച്ച് ആദ്യം മുമ്പിലുള്ളത് എന്താണോ അത് സ്പർശിക്കാൻ ശ്രമിക്കുന്നു. സ്പർശിച്ചു കഴിഞ്ഞാൽ അത് മണക്കുവാൻ ശ്രമിക്കുന്നു. അത് കഴിഞ്ഞാൽ അത് രുചിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആ നാവുകൊണ്ട് നക്കി നോക്കൂ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഇതൊന്നും അറിയാത്ത ഒരു കുഞ്ഞ് സ്വയം ഇതെല്ലാം ചെയ്യുകയാണ്, നിരന്തരം പരിശ്രമിക്കുന്നു. അങ്ങനെ ചെയ്യുന്ന പരിശ്രമത്തിൽ പരാജയം പറ്റുന്നു. ആ പരാജയത്തെ അവഗണിച്ചുകൊണ്ട് നിരന്തരം പരിശ്രമിച്ച് ഇതെല്ലാം സാധിച്ചെടുക്കുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇടയിൽ എങ്ങനെയാണെന്ന് മനസ്സിലാവുന്നു. കൈകുത്തി കൈകൊണ്ടും കാലുകൊണ്ടും എഴയാൻ ശ്രമിക്കുന്നു. അങ്ങനെ എഴഞ്ഞു പോയി കഴിഞ്ഞാൽ നിൽക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പിടിച്ചു നിൽക്കുന്നു. പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഒരു സർക്കസ് പോലെയാണ്, ഒരു ബാലൻസാണ്. നമ്മളുടെ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് സ്വബോധം നഷ്ടപ്പെട്ടാൽ വ്യക്തി ഉടനെ വീഴും. ഈ കുഞ്ഞ്, ആ ശൈശവ ദശയിലുള്ള കുഞ്ഞ് നിൽക്കാൻ ശ്രമിക്കുന്നത് ഒരു സർക്കസ് പഠിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ നടക്കാൻ ശ്രമിക്കുന്നു, അപ്പോഴും വീഴുന്നു. അതിനെ അവഗണിച്ച് എനിക്കിത് സാധിക്കണം, എൻ്റെ ചുറ്റുഭാഗത്ത് എൻ്റെ മാതാപിതാക്കൾ നടക്കുന്നു, അവരെ പോലെ എനിക്കും നടക്കണം. വീണ്ടും സംസാരിക്കുന്നു. ആ സംസാരിക്കുമ്പോൾ ആദ്യത്തെ സംസാരം എങ്ങനെയാണ്? ശുദ്ധമായിട്ടുള്ള സംസാരമല്ല, എങ്കിലും ശ്രമിക്കുന്നു. നമ്മൾ ചെയ്യുന്നത് ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഭാഷയിൽ നൈപുണ്യം, അങ്ങനെ നമ്മളുടെ രൂപത്തിൽ ആയിത്തീരുന്നു. ഇത് ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ കാരണം, നിരന്തരം നിർഭയം ജീവിതത്തിൽ പരിശ്രമിക്കുന്ന സ്വഭാവം ദൈവം മനുഷ്യന് ജന്മസിദ്ധമായിട്ട് നൽകിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കാനാണ്. ഈ സ്വഭാവം നമ്മളുടെ അന്ത്യദിനം വരെ ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ വളരുമ്പോൾ അതിനനുസരിച്ച് നമ്മളുടെ ലക്ഷ്യങ്ങൾ, നമ്മൾ പ്രവർത്തിക്കേണ്ട മേഖലകൾ ഇതെല്ലാം വ്യത്യസ്ത ആയി വരും. വ്യതിചലനങ്ങൾ ഉണ്ടാകുന്നു, ഉയർച്ച ഉണ്ടായിരുന്നു, കൂടുതൽ നമ്മളുടെ പരിശ്രമം ആവശ്യമായി വരുന്നു. അതുകൊണ്ട് ഓരോ പ്രവാസിയും നിരന്തരം നിർഭയം പ്രവർത്തിച്ചു കൊണ്ട് ഇരിക്കുകയും അതേസമയം കൃത്യമായ ലക്ഷ്യം ഉണ്ടായിരിക്കുകയും. ഇപ്പോൾ ഈ നിമിഷത്തിൽ ഇത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഇത് ദർശിച്ചുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, അടുത്ത 5 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ആരായിരിക്കണം, ആരായിത്തീരണം എന്ന വ്യക്തമായ ഒരു ചിത്രം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാക്കണം.